കൊടുക്കുന്നതിന്റെ റീസൺ എന്തായാലും സുഹേൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ആ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു സർവീസ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബേസിൽ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്ട്രാറ്റജീസിൽ എനിക്ക് മനസ്സിലായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഏത് സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏത് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളെ പഠിപ്പിക്കുന്നതോ നിങ്ങൾക്ക് ഓണായിട്ട് ഫ്രീ ആയിട്ട് സോഴ്സിൽ കിട്ടുന്നതോ നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചതോ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ മെന്റാലിറ്റി, സൈക്കോളജി, അത് വാഗോണ്ട് പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ ഇതൊക്കെ വർക്ക് ചെയ്ത് വരുമ്പോഴേ അത് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ റിസ്ക് റിവാർഡ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ സ്ട്രാറ്റജി ഉണ്ട്. അതായത് സിമ്പിൾ ആയിട്ടൊരു സ്ട്രാറ്റജി ജസ്റ്റ് ഒന്ന് പറയാണ്. ഇപ്പൊ അത് ജസ്റ്റ് ബേസിക് ആയിട്ട് വരച്ചൊന്നും കാണിക്കില്ല, ജസ്റ്റ് പറയാണ്. ഇപ്പൊ ഒരു മോർണിംഗ് ക്യാൻഡിൽ, അതായത് ഇപ്പം ഗോൾഡിലാണെങ്കിൽ ഒരു 50 മിനിറ്റ് ക്യാൻഡിന്റെ മോർണിംഗ് ക്യാൻഡിന്റെ ഒരു അപ്പ് സൈഡ് ഡൗൺ സൈഡ് നോക്കിയിട്ട് അതിലൊരു എൻട്രി എടുക്കുക. വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് നമ്മുടെ പല ടൈപ്പ് ലൈൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് ട്രേഡ് വരുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻസിലാണ്, SMC, ICT സ്ട്രാറ്റജീസ്, DMC സ്ട്രാറ്റജീസ്, ഫിഞ്ചർ ബാൻഡ്സ്, ഒരുപാട് സ്ട്രാറ്റജീസ്, അങ്ങനത്തെ പല സ്ട്രാറ്റജീസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ എൻട്രി പിന്നെ ഏത് സ്ട്രാറ്റജി പിന്നെ ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ കാണിച്ചു തരാൻ പറ്റും? ഓക്കെ, അത് കാണിച്ചു തരാം, തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഞാൻ തൽക്കാലം ബേസിക് ഐഡിയ പറയാം, സർവീസ് ആയിട്ടില്ല ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ചിലര് നേക്കഡായിട്ട് ബൈ ചെയ്യുന്നവരുള്ളൂ, ഒരു ലൈനോ ഒന്നും വരയ്ക്കാറ്. ഓക്കെ, നമ്മളൊക്കെ പല ലൈൻസ് പല മണിക്കൂർ, ഞാൻ ഓർഡർ ഫ്ലോയിൽ വർക്ക് ചെയ്ത് ഓർഡർ ഫ്ലോയിൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് അല്ല, ഓർഡർ ഫ്ലോ ആണ്. അതായത് അത് പർച്ചേസ് ഓർഡർ ഫ്ലോ ബേസ് ചെയ്ത് അതിലേക്ക് വോളിയം ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം പല മെത്തേഡ് ചെയ്യുന്നുണ്ട്. എന്റെ സീനിയേഴ്സ് ഉണ്ട്, എന്റെ സീനിയേഴ്സിൽ പലരും അവർ 19-20 വർഷമൊക്കെ ട്രേഡിംഗ് ഫീൽഡിലുള്ളവരാണ്. ഇന്ത്യൻ മാർക്കറ്റ്, ഫോറക്സും വേറെ പല മാർക്കറ്റുകളിലായിട്ട്, അമേരിക്കൻ മാർക്കറ്റിലൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവര് ഒരു ലൈനോ ഒന്നും ചാർട്ടി വരയ്ക്കാതെ നേക്കഡായിട്ട് ബൈ ചെയ്യുന്നവരും. ക്ലിയർ ആവുന്നുണ്ടോ? നേക്കഡ് കുറച്ച് സ്പീഡാണ്. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, അപ്പൊ അവര് വളരെ നേക്കഡായിട്ടും ബൈ ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഇത് ഒരു ലൈനും വരയ്ക്കാതെ, ഒരു സപ്പോർട്ട് ചെയ്യാതെ, ഒരു റെസിസ്റ്റൻസ് വരയ്ക്കാതെ വളരെ നേക്കഡായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ റിസ്ക് റിവാർഡ്, മെന്റാലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഇപ്പൊ ചില എക്സാമ്പിൾ ട്രേഡ്, ചിലപ്പോൾ ചില ട്രേഡുകൾ 1:1 ആയിരിക്കും. പക്ഷെ ഇവിടെ വേറെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക, സ്ട്രോങ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലയന്റിന്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹ്യൂജ് എമൗണ്ട്. ഓക്കെ, സിമ്പിൾ ഇപ്പൊ നമ്മുടെ ബേസിക് എമൗണ്ട് എന്ന് പറഞ്ഞാലേ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഓക്കെ, നമ്മുടെ സാധാരണക്കാരെ പറ്റുന്ന എമൗണ്ട് അല്ല, ഹ്യൂജ് എമൗണ്ട്. ക്ലയന്റ് HNA ക്ലയൻസ് ആയിരിക്കും, ഇൻഡിവിജ്വൽ ഹൈ നെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ക്ലയൻസ് ആയിരിക്കും. ആ HNA ക്ലയൻസ് വഴിയായിരിക്കും നമുക്ക് ഫണ്ട് വരുന്നത്. ആ ഹ്യൂജ് എമൗണ്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ശ്രദ്ധിച്ചു കേൾക്കുക, ഇവിടെ പലരും 80% ആക്യുറസി ഉണ്ട്, 95% വിന്നിംഗ് റേഷ്യോ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ കമ്പനി വെറും 30%, ടോട്ടൽ ക്യാപിറ്റൽ 30-40% ആണ് അവർക്ക് പ്രോഫിറ്റ് ആനുവലി കൊടുക്കുന്നത്. ആനുവലി. ക്ലിയർ ആവുന്നുണ്ടോ നമുക്ക് പറയുന്നത്? അപ്പൊ ഇതൊരു സൈഡാണ്. അതായത് നമ്മളിപ്പോ ഒരു $1,000 അക്കൗണ്ട് ഒരു വർഷത്തിൽ എനിക്ക് അതൊരു 5,000 ആക്കണമെന്ന് പറഞ്ഞാൽ അത് 5x ഇൻക്രീസ്. പക്ഷേ സിമ്പിൾ ആയിട്ട് നമ്മൾ $1,000 അക്കൗണ്ടിൽ ആ ക്ലയന്റിന് ഒരു വർഷത്തേക്ക് $1,000 അക്കൗണ്ട് അല്ല, എക്സാമ്പിൾ പറയുന്നതാണ്, ക്ലയന്റിന് വെറും ഒരു 3,000 4,000 5,000 റുപ്പീസിന്റെ മേലെ കൊടുക്കില്ല. ഓക്കെ, അത് എക്സ്പീരിയൻസ് പറയുന്നതാണ്. കാരണം അവിടെ ക്ലയന്റിന്റെ എമൗണ്ട് ക്യാപിറ്റൽ ഈസ് ഹ്യൂജ്. അതിപ്പോ ഡോളറിലായിക്കോട്ടെ, ഇന്ത്യൻ റുപ്പീസിലായിക്കോട്ടെ, വാട്ടർ ഇറ്റ് ഈസ്, ക്യാപിറ്റൽ ഹ്യൂജ് ആണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിസ്ക് എടുക്കും. നമ്മുടെ സെറ്റപ്പ് ഫോം ചെയ്യണമെങ്കിൽ മാത്രം ട്രേഡ്. ഓക്കെ, ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ഒരു ക്ലാസ് വഴി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, SMC, ICT, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സെറ്റപ്പും പിന്നെ ഒരു എൻട്രി ലെവൽ എങ്ങനെ നമുക്ക് എടുക്കാം അതിനെ പറ്റിയുള്ള ഐഡിയസ് ആണ് പറഞ്ഞത്. ഓൾറെഡി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് എക്സ്പ്ലനേഷൻ എന്തായിരുന്നു, ബേസിക് ടേംസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഇൻട്രോ ക്ലാസ് ആണ്. എന്റെ ഫസ്റ്റ് ക്ലാസ് നിങ്ങളുടെ ഒരു ഇൻട്രോ ക്ലാസ്, ജസ്റ്റ് ഇൻട്രോ ക്ലാസ് നമുക്ക് നടത്താം. മാക്സ് ടു മാക്സ് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് തരാൻ തന്നെയാണ് പ്ലാന്. അപ്പൊ അതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഞാൻ സുഹേലും മാറി എടുക്കും. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ അടുത്തോ അല്ലെങ്കിൽ സുഹേലിന്റെ അടുത്തോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നം എടുക്കാം. യെസ്, ഓഫ് കോഴ്സ് ഇത് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് അതിപ്പോ ഫ്രീ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തരണമെന്നാണ് നമുക്ക് ആഗ്രഹം. ഓക്കെ, അതുപോലെ മുഹമ്മദ് കേട്ടതിന്റെ അടുത്ത് സിമ്പിൾ ആയിട്ട് സ്ട്രാറ്റജിയാണ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മുഹമ്മദ് അല്ലേ ചോദിച്ചത് എന്റെ സ്ട്രാറ്റജി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? മുഹമ്മദ് അബ്ദുൾ ജലാൽ അല്ലേ? ഓക്കെ, മുഹമ്മദ് ഞാനിപ്പോ നമ്മളെ ഗോൾഡ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ജസ്റ്റ് മുഹമ്മദിന് വേണ്ടി എന്നല്ല, എല്ലാവർക്കും ചോദിച്ചത് കൊണ്ട് ഞാനൊരു ഇതാണ്. ഓക്കെ, സ്ക്രീൻ ഷെയർ ആയിട്ടില്ല.
ഇല്ല ഞാൻ ഇപ്പൊ ഷെയർ ആവുന്നുണ്ടോ? യെസ്. ഇത് മാക്സിമം എല്ലാവർക്കും ട്രേഡിംഗ് ഉപയോഗിക്കാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഈ സ്റ്റാർട്ടപ്പ് നിങ്ങൾ ജസ്റ്റ് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കുക, ജസ്റ്റ് ബേസിക് എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റാണ്. ഞാനിപ്പോ ഫ്രൈഡേ മാർക്കറ്റ്, ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു റേഞ്ചിലാണ്. ഞാൻ ജസ്റ്റ് അതിനൊരു പേര് ഓപ്പൺ എന്നൊരു പേര് കൊടുക്കും. ജസ്റ്റ് ഒരു ഓപ്പൺ എന്ന് പറഞ്ഞ പേര് കൊടുക്കും. ഓക്കെ, 15 മിനിറ്റ് ടൈം ഫ്രെയിം. ഇതെവിടെയാണ് കഴിഞ്ഞ ഫ്രൈഡേ ഫ്രൈഡേ ഇത് നോക്കണ്ട, ഈ ടൈമിംഗ് നോക്കണ്ട, കാരണം ഞാൻ UTC ന്യൂയോർക്കിലാണ് ഈ ഒരു മാർക്കറ്റ് ഇട്ടിട്ടുള്ളത്. ന്യൂയോർക്ക് ടൈമിലാണ് ഈ മാർക്കറ്റ് റൺ ആവുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ടൈം നമുക്ക് ശ്രദ്ധിക്കണ്ട. ഇപ്പൊ ഈ 15 മിനിറ്റിന്റെ മാർക്കറ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഈ 15 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്, ഗോൾഡ് ആണ് നമ്മുടെ ഗോൾഡ്. ഞാൻ ഈ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു മാർക്കറ്റിന്റെ ഈ ഒരു എന്റെ ഒരു ക്യാൻഡലിന്റെ ബോഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബോഡിയുടെ ഹൈ ഇത്, ലോ ഇത് നിങ്ങൾക്കറിയാം. ഇതിന്റെ 50% ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്ക്രീൻ ഷെയർ ആവുന്നില്ലേ? ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? അതുപോലെ ഇപ്പൊ നോക്കുക, ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിന്റെ ഓപ്പൺ പ്രൈസ് ഒക്കെ ക്ലിയർ ചെയ്ത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ക്യാൻഡിലാണ്. ഡൗൺ ക്യാൻഡിൽ എന്തുകൊണ്ട് വന്നതൊക്കെ അറിയാമെന്ന് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എന്തൊരു പർട്ടിക്കുലർ ക്യാൻഡിലിന് ഡൗൺ ട്രെൻഡ് എന്നും ഒരു ക്യാൻഡിലിന് അപ്പ് ട്രെൻഡ് എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോക്കുക, ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ് 50% ആണ്. നോക്കുക, മാർക്കറ്റ് ആ പർട്ടിക്കുലർ ഡേയിൽ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഹൈയെ വിത്ത് ബോഡി, ക്യാൻഡിൽ ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തു. പക്ഷെ ലോയെ വിത്ത് ബോഡി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം സംഭവിച്ചു, ബേസിക് ആയൊരു സ്ട്രക്ചർ ആണ്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? മാർക്കറ്റ് ഒരു ചെറിയ റിട്രേസ്മെന്റ് എടുത്ത് മാർക്കറ്റിൽ ഫോൾ തന്നു. ഓക്കെ, ഫോൾ തന്നതിന് റീസൺസ് ഒരുപാടുണ്ട്. ഓക്കെ, ആ ഫോൾ തന്ന റീസൺസ് ഉണ്ട്, ലിക്വിഡിറ്റീസ് ഉണ്ട്. അതൊക്കെ ഞാൻ എന്താണ് ലിക്വിഡിറ്റീസ്, എന്താണ് അതിന്റെ റീസൺസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അന്നത്തെ ദിവസം രാവിലെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ആ 15 മിനിറ്റ് ക്യാൻഡലിന്റെ, അതായത് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത 15 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, ലോയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കും. ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് നോക്കും. എന്താണ് ലിക്വിഡിറ്റി, എന്താണ് ഓർഡർ ബ്ലോക്ക്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഇതൊരു ബേസിക് സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നമ്മളിത് യൂസ് ചെയ്യുന്നില്ല, അത് ആദ്യമേ പറയാം, ഞാനിത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇതൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അങ്ങനെ പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓ, പറഞ്ഞു. ആ സ്ക്രീൻ ഒന്നുകൂടെ ഓഫ് ആക്കി ഒന്നുകൂടെ ഓൺ ആക്കോ, ഷെയർ ചെയ്യോ? ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഇതേപോലെ ഇഷ്യൂ വരുന്നുണ്ടോ എന്റെ സ്ക്രീനിന്? ഇല്ല സാർ, ഞാൻ എന്നാലും ഒന്നുകൂടെ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. അതെ, ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാൻ ഇപ്പൊ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ ഇത്രയുള്ള സിമ്പിൾ. മാർക്കറ്റിന് ആ ഡെയിലി സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിൽ നോക്കുന്നു. 50 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആ 50 മിനിറ്റ് ക്യാൻഡിലിൽ ഞാൻ നോക്കുന്നു, എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് വരുന്നു, ഹൈ ആണോ ലോ ആണോ ബ്രേക്ക് ചെയ്ത് നോക്കുന്നു. ലോയെ ബ്രേക്ക് ചെയ്തിരുന്നു. ആ ലോയെ ബ്രേക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് നോക്കാം, ജസ്റ്റ് കംസെ കം മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഈ ഒരു ലോ വരെ നോക്കിയാൽ നിയർലി അറൌണ്ട് 14 പോയിന്റ്. ഗോൾഡിൽ അറിയാലോ 14 പോയിന്റ്. ഇപ്പൊ ഒരു ലോട്ടൊക്കെ ട്രേഡ് ചെയ്ത് $1,400 ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ്. അതൊരു ജസ്റ്റ് എക്സാമ്പിൾ. ആ പ്രോഫിറ്റിന്റെ കണക്കൊക്കെ വിടും. സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഇതൊരു വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അതായത് ഇത് കുറച്ച് വലിയ ആളുകളുടെ ലെവലിൽ പറയുകയാണെങ്കിൽ SMC ആണിത്. കുറച്ച് വലിയ നമ്മൾ നോർമൽ ലെവൽ പറയുമ്പോ എന്താണ്, ഒരു സപ്പോർട്ട് റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അത്രേ ഉള്ളൂ. അതായത് ഇതിന് കുറെ, ഇപ്പൊ ഞാനാണെങ്കിലും ഈ SMC എന്ന് പറഞ്ഞ സംഭവം, ഒരു മിനിറ്റ്, ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. അതായത് ഞാനാണെങ്കിലും നമ്മള് മുമ്പൊക്കെ SMC എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടും ഒരു ഹൈപ്പ് വന്ന സമയം ഉണ്ടല്ലോ. SMC അതായത് ഒരു 1.5-2 വർഷമായിട്ടുള്ളൂ ശരിക്കും പറയാൻ SMCനെ ഭയങ്കര ഹൈപ്പായിട്ട് കാണിക്കുന്നത്. ഈ SMC തന്നെയാണ്, SMC എന്ന് പറഞ്ഞ സാധനം ഈ ഒരു മാർക്കറ്റിൽ എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന സംഭവം. അത് SMC കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തായി, ഇവര് അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു ന്യൂ നെയിം SMC, ICT, DMC എന്നൊക്കെ പറഞ്ഞ പരിപാടി. അതന്നെ, അത് അങ്ങനെ മാർക്കറ്റ് ചെയ്ത് പോയി. അപ്പൊ നിങ്ങള് ഇപ്പൊ ഈ നമ്മൾ ഇതില് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല്,
മാർക്കറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് തന്നെയാണ് പല കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. SMC ആണെങ്കിലും ICT ആണെങ്കിലും ഇപ്പൊ പുതുതായി വന്ന ഒരു സംഭവം ഇതാണെങ്കിൽ ഇതെല്ലാം ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു സംഭവം പറയുന്നത്. ഇത് ഓരോരുത്തരും എന്തായി പല രീതിയിലേക്ക് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. അതെ, അതൊരു സത്യമാണ്. കാരണം എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്, വളരെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്, അതൊരു സത്യം കൂടെയാണ്. ഓക്കെ, റൂൾ ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാവരും ഇനി ആ സ്ട്രാറ്റജി വിട്ടേക്കു. എല്ലാവരും SL അവിടെ വയ്ക്കും, SL ബിലോ വെച്ചാൽ മതി, TP താഴെ വെച്ചാൽ മതി. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ ദ കണ്ടീഷൻസ്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ തൽക്കാലം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഒരിക്കലും ഈ ഒരു ദയവ് നാളെ പോയി ഈ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ഇന്ന് ഒരുപാട് റൂൾസ് ഉണ്ട്. ആ റൂൾസ് വന്നതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്നും നടക്കില്ല, പക്ഷെ ഒരു ആക്യുറേറ്റ് ലെവലാണ്. അതായത് ഒരു എന്താ പറയുക 75% ദിവസം ഇത് നടക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത് കണ്ടോണ്ട് ആരും നാളെ പോയി രാവിലെ പോയി ട്രേഡ് എടുക്കരുത്. ഓക്കെ, ആലോചിക്കുക, ഇത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലുള്ള ക്യാൻഡിലാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 2 മണിക്കാണ്, 2:45 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഉറക്കമൊന്നും കളഞ്ഞ് ആരും ഒന്നും ചെയ്യരുത്. ആലോചിക്കുക, മാർക്കറ്റിൽ പല ടൈമുണ്ട്, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ടൈമുണ്ട്, അതനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ജസ്റ്റ് ബേസിക് ആയിട്ട് പറഞ്ഞതാണ്, വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ടൊരു സാധനം നമ്മൾ ചെയ്യുന്ന ഒരു സാധനം പറഞ്ഞതാണ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ സുഹേൽ പറഞ്ഞതുപോലെ തന്നെയാണ്, റൂൾ സിമ്പിൾ ആണ്. എല്ലാവർക്കും പറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈം 8:30 ആയി. ഞാനൊരു മാക്സ് ടു മാക്സ് ക്ലാസ് ഒരു 9 o'clock വരെ മാക്സിമം ഞാൻ എത്തിക്കാം. 9 o'clock അല്ല, 8:50 വരെ. അതിനുശേഷം ഒരു 9 o'clock വരെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാം. ഓക്കെ, അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കും പേന എടുത്ത് വെക്കുക, അതിലെഴുതാം. മാക്സിമം ഒരു ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ബുക്കും തന്നെ ഉണ്ടെങ്കിൽ മച്ച് ബെറ്റർ. കാര്യങ്ങൾ എഴുതിയെടുക്കാം, ഡൗട്ട് ഉള്ളത് എഴുതിയെടുക്കാം. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോഴും പറയുന്നത് എന്തെങ്കിലും ക്ലാസ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക. ഓക്കെ, ഒരിക്കലും വിചാരിക്കുന്നത് ഫ്രീ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെയാണല്ല. നമ്മുടെ കമ്പനിയുടെ നിയമം പോലെ തന്നെ നമ്മൾ ഫ്രീ ക്ലാസ് ആണ് കൊടുക്കുന്നതെങ്കിലും അത് ഹൈ എൻഡ് ക്വാളിറ്റിയുള്ള കണ്ടന്റ് തരാൻ തന്നെയാണ് താല്പര്യം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നേക്കഡ് ബൈസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നേക്കഡ് ആയിട്ട് ബൈ ചെയ്യും സെല് ചെയ്യുന്നതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ ഫോർ എക്സെട്ര, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് എ മിനിറ്റ്. വെള്ളിയാഴ്ച ഞാൻ നാസ്ഡാക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നാസ്ഡാക്ക് കേട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഇതൊരു ഇൻഡെക്സ് ആണ്, ഒരു അമേരിക്കൻ ബേസ്ഡ് ഇൻഡെക്സ് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നാസ്ഡാക്കിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ടൈമിൽ. ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, ഞാൻ ലെവൽസ് നോക്കും. ആ ലെവൽസ് നോക്കിയതിന് ശേഷം, ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുത്തതിന് ടൈം എടുക്കും. ഓക്കെ, ഞാൻ SMC ICT ഒക്കെ ബേസിക് ആയിട്ട് എനിക്ക് ഐഡിയ ഉണ്ട്. അതായത് എക്സാമ്പിൾ ഫോർ ഞാൻ ഈ ഒരു ലെവല് മാർക്കറ്റ് വന്നു, ഇവിടെ വരെ വന്നതിന് ഒരു റീസൺ ഉണ്ട്. ആ റീസണ് ഇവിടെ എനിക്കറിയാം, ഓർഡർ ബ്ലോക്ക്. ഞാൻ ഇങ്ങനെ വരയ്ക്കൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വാച്ച് ചെയ്യും മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ അതിനുശേഷം മാർക്കറ്റിന്റെ ഒരു ആ ഫ്ലോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് നിയറസ്റ്റ് ലോയിലോട്ടുള്ള മൂവ്മെന്റ് ആണ്. ഓക്കെ, അത് അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ എൻട്രി പ്ലേസ് ചെയ്യാം ഈ ഒരു ലെവലിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് റിട്രേസ്മെന്റിൽ എൻട്രി പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് വെക്കാം. ആ ടാർഗറ്റ് അങ്ങനെയാണ് ഹിറ്റാണ്. പിന്നെ ഞാനും പറയുന്നു, ഞാൻ 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. എനിക്ക് 75%, ചില മാസങ്ങൾ 65%, ചില മാസങ്ങൾ 50% എനിക്ക് എന്റെ ആക്യുറസി. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അങ്ങനെ എനിക്കെന്നല്ല ആർക്കും അങ്ങനെ 100% ആക്യുറസിയിൽ റൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി ഞാനിത് ബൈ ക്ലാസ് വഴി ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയ ഡൗട്ട് കേൾക്കുന്നത് നല്ലതാണ്. ഓക്കെ, അല്ല തെറ്റൊന്നുമില്ല, നല്ലതാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാം, അതിനുശേഷം ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി, എല്ലാവർക്കും വേണ്ടി പറയാം, മാർക്കറ്റിന്റെ റൂൾ വളരെ സിമ്പിൾ ആയിട്ട് റൂളാണ്. മാർക്കറ്റ് ഹൈ ഉണ്ടാക്കിയ ഒരു ലോ ഉണ്ടാക്കും, പിന്നെ ഹൈ ഉണ്ടാക്കിയ ഒരു ലോ ഉണ്ടാക്കും, ഒരു ലോ ഉണ്ടാക്കി അതുപോലെ ഒരു ഹൈ ഉണ്ടാക്കും. അല്ലെ, അതാണ് സിമ്പിൾ റൂൾ. ഇതെന്ത് അവിടെയാണ് നമ്മുടെ 2 ലൈൻ, അതായത് നമ്മുടെ സപ്പോർട്ട് ലൈനും നമ്മുടെ റെസിസ്റ്റൻസ് ലൈനും. ഓക്കെ, എന്റെ ചാർട്ടെല്ലാം കാണുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല? ഓക്കെ അല്ലേ? അതായത് സപ്പോർട്ട് ലൈനും റെസിസ്റ്റൻസ് ലൈനും ഈ ലൈനിന്റെ അണ്ടറിലാണ് മാർക്കറ്റിന്റെ റണ്ണ് മൊത്തം നടക്കുന്നത്. അതായത് ഞാൻ എപ്പോഴും പറയുന്നു, മാർക്കറ്റ് ലോയിൽ നിന്ന് ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? വോയിസ് കട്ടായി. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ആ സ്ക്രീൻ ഒന്നുകൂടെ റീഷെയർ ചെയ്യണേ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, അതാണ്.
അതെ, ഇവിടെ നല്ല മഴയാണ്, അതാണ് ഈ പ്രശ്നം. ഇവിടെ നല്ല മഴ ഉണ്ട്. അതെ അതെ. സ്ക്രീനിൽ കാണുന്നില്ല. അതെ അതെ, സ്ക്രീൻ റീഷെയർ ചെയ്യാം. പറയാം. ഗൂഗിൾ ബ്രോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, അവിടെ റേഞ്ച് എന്തോ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. എന്തായാലും പോയി വരുമായിരിക്കും. സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ? ഷെയർ ആവുന്നുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ തിങ്കിങ് ഇങ്ങനെയാണ്. അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു, മാർക്കറ്റ് ഒരു ലോ ഉണ്ടാക്കിയാൽ ഒരു ഹൈ വരും, അതേപോലെ ഹൈ ഉണ്ടാക്കിയ ഒരു ലോ വരും, പിന്നെ ഹൈ, പിന്നെ ലോ, പിന്നെ ഹൈ, പിന്നെ ലോ. ഇതിന് റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പേ നിങ്ങൾ മനസ്സിലാക്കുക, സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. എന്തുകൊണ്ട് ഈ ലോയും ഹൈ മാർക്കറ്റിൽ വരുന്നു, ഓക്കെ, അതുപോലെ എവിടെ നിന്ന് വരുന്നു, എന്തിനു വരുന്നു, ആ ഒരു ബേസിക് റൂളാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഇതേപോലെ 2 ലൈനുണ്ട്. ഓക്കെ, ആ ലൈൻ നമ്മൾ കൊടുക്കുന്ന ഓരോ പേരുകളാണ്. ഒന്ന് ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട്, പിന്നൊന്ന് റെസിസ്റ്റൻസ്. ഓക്കെ, ആ വേർഡ്, അതായത് ആ പേരുകളിൽ തന്നെ ഉണ്ട് ഇതിന്റെ യൂസ് എന്താണ്. അതായത് മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്നും വീഴുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാം. മാർക്കറ്റ് അല്ല, എന്തൊരു കാര്യത്തിൽ ഒരു പോയിന്റിൽ നിന്ന് വീഴുമ്പോൾ അതിനെ സപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് ഒരു സപ്പോർട്ട്, ഒരു താങ്ങ് കൊടുക്കാൻ വേണ്ടിയുള്ള ലെവൽ, അതിനാണ് നമ്മളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഒരു സപ്പോർട്ട് ലെവൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് അതുപോലെ, ഇപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ ഒറ്റ ലൈനിലല്ല പോകുന്നത്. മാർക്കറ്റ് ഒരു അപ് ഡൗൺ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് പോകുന്നത്. അതുപോലെ ആ ഒരു അപ് ഡൗൺ കണ്ടീഷനിൽ പോയി ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് വരാനും ഓക്കെ, ആ ഒരു ലെവലിൽ എത്തുമ്പോൾ റെസിസ്റ്റൻസ് നടക്കുകയും, അല്ലെങ്കിൽ അവിടെ റെസിസ്റ്റ് ചെയ്യുക, പ്രൈസിനെ റെസിസ്റ്റ് ചെയ്യും, അവിടെ നിന്നൊരു ഫോളോ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സിമ്പിൾ റൂൾ ഇതാണ്. ഈ ഒരു ലെവലിൽ സപ്പോർട്ട്, ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ്. ഇനി എന്തുകൊണ്ടാണ് ഇത് അപ് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്? ഓക്കെ, അവിടെ മനസ്സിലാക്കുക, ഈ ഒരു പോയിന്റിൽ നിന്നും അപ്പിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് പോകുമ്പോൾ ഇവിടെ നടക്കുന്നത്, മാർക്കറ്റില് ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ എഴുതി വെക്കുക, മാർക്കറ്റ് 2 ടൈപ്പ് ഓർഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്ലേ ആവുന്നത്. ഒന്ന് ബൈ ഓർഡർ, മറ്റൊന്ന് സെൽ ഓർഡർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ഏരിയയിൽ നിന്നും മാർക്കറ്റിന്റെ പ്രൈസ് അപ്പിലോട്ട് പോകുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? അവിടെ നടക്കുന്നത് ബൈ ഓർഡേഴ്സ് ആണ്. അതായത് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓരോരോ വ്യക്തികൾ, ഓരോരോ വലിയ കമ്പനീസ്, ഓരോരോ ഹെഡ്ജ് ഫണ്ട്സ്, ഓരോരോ ക്യാഷ് ഈ ഒരു മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു റേഞ്ചിൽ നിന്നും ഒരു ലോയിൽ നിന്നും മറ്റൊരു ലൈൻ, അല്ലെങ്കിൽ ഓരോ ലെവലിൽ നിന്നും ഏറ്റവും കുറഞ്ഞ പ്രൈസ് നിൽക്കുന്ന സമയത്ത് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് സ്ലോലി ഇൻക്രീസ് ആവുകയാണ്. അങ്ങനെ സ്ലോലി ഇൻക്രീസ് ആകുമ്പോൾ ഇവിടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് എന്ത് ഓർഡേഴ്സ് ആണ്? ബൈ ഓർഡേഴ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന്? ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ? വരയ്ക്കുന്നതെല്ലാം കാണാൻ പറ്റുന്നില്ലേ? പെർഫെക്റ്റ്. ഓക്കെ, സോ ഇവിടെ നടക്കുന്നത് എന്താണ്? ബൈ ഓർഡേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾക്ക് എന്താ നടക്കുന്നത്? ഇവിടെ ബൈയിങ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആ ബൈ ചെയ്തൊരു പോയിന്റ്, അതായത് ഇവര് ചിലപ്പോൾ ഇവിടെ 10 രൂപയ്ക്ക് വാങ്ങിച്ചതായിരിക്കും, എക്സാമ്പിൾ ആണ്. ഇവിടെ എത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ, ആ ലെവൽ എത്തുമ്പോൾ അവിടെ താഴോട്ട് പോകുന്ന ഒരു കോൺസെപ്റ്റ് ഓൾറെഡി മാർക്കറ്റ് ഇതേപോലെ പ്രൈസ് ഓൾറെഡി ഈ ലെവലിലൊക്കെ പ്ലേ ചെയ്തിട്ട് താഴോട്ട് വാങ്ങിച്ച സാധനം ഒരു 100 രൂപ അല്ലെങ്കിൽ 90 രൂപയൊക്കെ ആകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? അതിനെ സെല്ല് ചെയ്യും. ഓക്കെ, അതിനെ സിമ്പിൾ ലെവലിൽ സെല്ല് ചെയ്യും. ഓക്കെ, അതിനെ സെല്ല് ചെയ്യും. അതാണ് ബേസിക് റൂൾ. സെല്ല് ചെയ്യും, അതായത് ഇവിടെ ബൈയിങ് നടന്നു, അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? ആസ് ഓഫ് കോഴ്സ് 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൈസിൽ നിങ്ങൾക്ക് നോക്കാം, $3,000 വാങ്ങിച്ചൊരു സാധനം 3000
480 അല്ലെങ്കിൽ 500 എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? യെസ് ഓഫ് കോഴ്സ് $500 മേലെ പ്രോഫിറ്റ് ഉണ്ടായിട്ട് അവരെന്ത് ചെയ്യും? അതിനെ അവർ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ ഓർഡേഴ്സ് അവരെന്ത് ചെയ്യും? ഈ ബൈ ചെയ്ത സാധനത്തെ ഇവിടെ അവർ വിൽക്കും. വിൽക്കുമ്പോൾ അത് വാങ്ങിക്കാനും ആളുണ്ട്. ഓക്കെ, ഇതൊരു വലിയ ലിക്വിഡിഫൈഡ് മാർക്കറ്റാണ്. ലിക്വിഡിഫൈഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹൈ വോളിയം മാർക്കറ്റ്, അതായത് ഇതിന് ബൈ ചെയ്യാനും സെല് ചെയ്യാനും എപ്പോഴും ആൾക്കാർ റെഡിയാണ്. അങ്ങനെ ഈ ഗോൾഡ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റിന്റെ പ്രൈസ് 10 രൂപയിൽ നിന്നും അവര് വാങ്ങിച്ച് 100 രൂപയപ്പോൾ അവര് സേഫ് ആയിട്ട് എക്സിറ്റ് ചെയ്തു. സിമ്പിൾ റൂളാണ് നമ്മൾ ചെയ്യുന്ന, സിമ്പിൾ റൂളാണ്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥലം വാങ്ങിക്കുകയും കാലക്രമേണ ആ സ്ഥലത്തിന്റെ വില കൂടുകയും നമ്മളത് വിൽക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിജിറ്റൽ അസറ്റിന് നമ്മൾ വാങ്ങിക്കുകയും ആ വാങ്ങിച്ചതിന് ശേഷം ഒരു പർട്ടിക്കുലർ പ്രൈസ് എത്തുമ്പോൾ അതിനെന്ത് ചെയ്യും? വിൽക്കുകയാണ് ഇവിടെ ചെയ്തത്. ക്ലിയർ ആണോ പറയുന്നത്? ആ വിൽപ്പനയ്ക്ക് ശേഷം അവിടെ വിൽക്കുമ്പോൾ എന്താണ് സംഭവം? അവിടെ സെല്ലിംഗ് പ്രഷറാണ് വരുന്നത്. അതായത് ഇവിടെ 100 രൂപയ്ക്കുള്ള ഈ ഒരു സാധനം, ഓക്കെ, ഇവിടെ 100 രൂപയ്ക്കുള്ള ഈ ഒരു 10 രൂപയ്ക്കുള്ള ഒരു സാധനം ഇവിടെ 100 രൂപ എന്ന് പറയുന്ന പ്രൈസ് എത്തുമ്പോൾ അവരെന്ത് ചെയ്തു? വിറ്റൊഴിവാക്കുകയാണ്. ആ വിറ്റൊഴിവാക്കലിന്റെ ബാക്കി പത്രമാണ് എന്താണ്? അവർ വിൽക്കുമ്പോൾ അവിടെ സെല്ലിംഗ് പ്രഷർ നടക്കുകയാണ്. അപ്പൊ ഇവിടെ 100 രൂപയ്ക്ക് വിറ്റവര് ചിലർ 100 തന്നെ വിൽക്കും, ചിലർ 90 വിൽക്കും, ചിലർ 80 വിൽക്കും, ചിലർ 60 വിൽക്കും, ചിലർ 50 വിൽക്കും, ചിലർ 40 വിൽക്കും. ഓക്കെ, അങ്ങനെ പ്രൈസിന് എന്ത് ചെയ്യും? അവർക്ക് അവരുടെ ലാഭകരമായിട്ടുള്ള അവരുടെ ലെവൽസിൽ അവർ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ഈ ഒരു മൂവ്മെന്റ് എന്തുകൊണ്ട് ഒരു 6 സാക്ക് മൂവ്മെന്റ് ആയി മാറുന്നത്. ബൈയിങ് സെല്ലിംഗ്, ബൈയിങ് സെല്ലിംഗ്, ബൈയിങ് സെല്ലിംഗ്, ബൈയിങ് സെല്ലിംഗ്, ബൈയിങ് സെല്ലിംഗ്. ഈ ബൈയിങ് സെല്ലിങ്ങും ബോത്ത് അപ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ചാർട്ടിൽ തന്നെ നോക്കി അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ആ ഒരു സിസ്റ്റംസ് ഇവിടെയും അതേപോലെ നടക്കുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റിന്റെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇതൊരു ഓൾ ടൈം ഹൈ പ്രൈസ് റേഞ്ച് ആണ്. ഞാനിപ്പോ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാനിപ്പോ വരയ്ക്കുന്നത് ഫസ്റ്റ് ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കും. ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം മാർക്കറ്റ് ഈ ലെവലിൽ വന്ന് ഹിറ്റ് ആക്കുന്നുണ്ട്. ഹിറ്റ് ആയതിനു ശേഷം പിന്നെ അവിടെ നിന്ന് ഫോൾ ആവുന്നുണ്ട്. അതുപോലെ ഒരു സപ്പോർട്ട് ലെവൽ. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒരു ഇതിപ്പോ ടൈം ഫ്രെയിം 50 മിനിറ്റ് അല്ല, നമുക്ക് ഹയർ ടൈം ഫ്രെയിം ആയിട്ട് വരച്ചു തുടങ്ങും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ലോ ടൈം ഫ്രെയിം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്നെ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ റൂള്. അതായത് മാർക്കറ്റ് നോക്കുക, പ്രൈസിന്റെ ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഓൾറെഡി പ്രൈസിന്റെ മൂവ്മെന്റ് വെച്ചത് ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ മാർക്കറ്റ് അസിസ്റ്റ് ചെയ്തു, മാർക്കറ്റ് പിന്നെയും താഴെ വന്നു, ഇവിടെ ഒരു സപ്പോർട്ട് പിന്നെയും മാർക്കറ്റ് എടുത്തു, പിന്നെയും മാർക്കറ്റ് വരുന്നു, ആ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അത് പിന്നെ എന്തായിട്ട് ആക്ട് ചെയ്യും? ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുന്നു, മാർക്കറ്റ് പിന്നെയും ഒരു റെസിസ്റ്റൻസ് ലെവലിൽ വരുന്നു, പിന്നെയും വരുന്നു, ഇതൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൽ പിന്നെയും ബ്രേക്ക് ചെയ്യുന്നു. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓരോരോ ലെവല് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ. ഓക്കെ, അതിനൊരു ക്ലിയർ കട്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ ഫോർ എക്സെട്ര, ഇതൊരു സപ്പോർട്ട്, ഇതൊരു റെസിസ്റ്റൻസ്, ഇതൊരു സപ്പോർട്ട്, അങ്ങനെ വിചാരിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരു സപ്പോർട്ട്, ഇതൊരു റെസിസ്റ്റൻസ്, ഇതൊരു സപ്പോർട്ട്, ഞാൻ ഇതിനൊരു റെസിസ്റ്റൻസ് ആക്കി വയ്ക്കുന്നത്. കുറച്ച് അടുത്തോട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസിലോട്ട് പോകുന്നു, പിന്നെ ഈ സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസിൽ പോകുന്നു, സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസിൽ പോകുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ഈ സപ്പോർട്ടിനെ അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പോ അവിടെയാണ് നമ്മൾ അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ ബ്രേക്കിംഗ് ലെവൽ ഇവിടെ നടക്കുമ്പോൾ ഈ സപ്പോർട്ട് എന്തായിട്ട് മാറും? ഈ ബ്രേക്ക് നടക്കുമ്പോൾ ഈ സപ്പോർട്ട് ആ ഒരു സെക്കൻഡ് മുതൽ, ഓക്കെ, ആ സെക്കൻഡ് മുതൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുകയാണ്. ഈ സപ്പോർട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ക്ലിയർ ആണെന്നാ പറയുന്നത്. അതിനുശേഷം എന്ത് നടക്കുന്നു? മാർക്കറ്റ് പിന്നെയും അങ്ങനെ ഫോളോ ആകുന്നു, അപ്സൈഡ് വരുന്നു. ഇനി ഈ ഒരു റെസിസ്റ്റൻസ്, ഇതിവിടെ റെസിസ്റ്റന്റ് റിയാക്ട് ആയി. ഇനി ഈ റെസിസ്റ്റൻസ് റിയാക്ട് ചെയ്ത് മാറിയിട്ട് പിന്നെയും താഴെ വരാം, പിന്നെയും മുകളിൽ വരാം, പിന്നെയും താഴെ വരാം. അപ്പം ഇവിടെ എന്തായി? ഇവിടെ അടുത്തൊരു സപ്പോർട്ട് ഫോം ആയി. അതായത് ഈ വേറൊരു ലെവലിൽ സപ്പോർട്ട് ഫോം ആയി. ഓക്കെ, ഇപ്പോഴും മനസ്സിലാക്കി പ്രൈസ് ആക്ഷന്റെ കോൺസെപ്റ്റ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസ് ആക്ഷൻസ് വേറെ ഒന്നുമില്ല, പ്രൈസിന്റെ ആക്ഷൻ, അതായത് പ്രൈസിന്റെ മൂവ്മെന്റ് ആണ് വ്യക്തമാക്കുന്നത്. ഈ പ്രൈസ് ആക്ഷന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ പ്രീവിയസ്ലി ഈ ഒരു പ്രൈസിന്റെ മൂവ്മെന്റ് റൺ ആയിട്ടുണ്ടാവും. പറയുന്നത് ഈ സെയിം പ്രൈസിൽ സെയിം ലെവലിൽ മാർക്കറ്റ് പ്രീവിയസ്ലി, അതായത് നേരത്തെ റൺ ആയിട്ടുണ്ട്. ആ റണ്ണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് ലെവൽ വരെ മാർക്കറ്റ് വരാം, ഏത് ലെവൽ വരെ മാർക്കറ്റ് വന്നതിന് ശേഷം പോകാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഈ സപ്പോർട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് റെസിസ്റ്റൻസ് നോക്കാം. റെസിസ്റ്റൻസിൽ എന്താണ്? അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് വരുന്നു, ഇവിടെ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് വരുന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ആണ്. ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ആവുന്നത്. അപ്പൊ ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ആകുമ്പോൾ ഇവിടെ ഇത് എന്തായിട്ടാണ് റിയാക്ട് ചെയ്യണത്? ഇതിന് മുമ്പേ റെസിസ്റ്റൻസ് ആയിരുന്നു, അത് ബ്രേക്ക് ആകുമ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? അതെങ്കിലും അറിയാമോ? യെസ്, സപ്പോർട്ട് അല്ലേ? മാർക്കറ്റ് വരുന്നു, പിന്നെ ആ സപ്പോർട്ടിൽ റിയാക്ട് ചെയ്യുന്നു, പിന്നെ അവിടെ മുകളിൽ പിന്നെ പുതിയ റെസിസ്റ്റൻസ് ആയിരിക്കും ഫോം ആവുന്നത്.
അതിനുശേഷം പിന്നെ അതിന് സപ്പോർട്ട് ആക്ട് ആവുന്നുണ്ട്, അതിന് റെസിസ്റ്റ് ചെയ്യാം, അതിനുശേഷം അതിനെയും ബ്രേക്ക് ആക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻസ്. അപ്പൊ റൂള് വളരെ സിമ്പിൾ ആണ്. മാർക്കറ്റിന്റെ മൂവ്മെന്റുകൾ, മാർക്കറ്റ് എന്തിനാണ് ഒരു മൂവ്മെന്റ് നടത്തിയത്, ആ മൂവ്മെന്റ് ആ ഒരു പർട്ടിക്കുലർ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഓൾറെഡി റണ്ണാക്കിയ പ്രൈസിന്റെ ആക്ഷൻസിനെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള മൂവ്മെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ജസ്റ്റ് ഒരു 50 മിനിറ്റ് ആണ് ഞാൻ ജസ്റ്റ് ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ആയതും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ലെവൽസ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ബേസിക് ആയിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ ഓക്കെ അതായത് മാർക്കറ്റ് ഇതൊരു സപ്പോർട്ട് ആയിരുന്നു നേരത്തെ, ആ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് താഴെ വന്നു, ഒരു റെസിസ്റ്റൻസ് ലെവൽ മാർക്കറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ നോക്ക്, ആ നേരത്തെ സപ്പോർട്ട് ആയിട്ടിരുന്ന ആ ഒരു പോയിന്റ്, അതായത് ഇപ്പോഴും മാർക്ക് ചെയ്യുന്ന ബ്രേക്ക് ചെയ്തു. അപ്പൊ എന്തായാലും അതിനുശേഷം പിന്നെയും മാർക്കറ്റ് താഴോട്ട് വന്നു, പിന്നെ ഈ സപ്പോർട്ട് പിന്നെയും ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് പിന്നെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒരു ന്യൂ സപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഈ സപ്പോർട്ട് പിന്നെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പക്ഷെ ആലോചിക്കുക, അതിനുശേഷവും ഈ റെസിസ്റ്റൻസ്, അതാണ് മേജർ റെസിസ്റ്റൻസ് ഇവിടെ പറയാം, ആ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ പിന്നെയും ഈ ഒരു ലെവലിന്റെ അണ്ടറിൽ തന്നെ മാർക്കറ്റ് പ്ലേ ചെയ്തുകൊണ്ടിരും അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും എന്താണ്, ഈ ഒരു ലെവലിൽ നമുക്ക് ഇതൊരു സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ സപ്പോർട്ടിനെ പിന്നെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, പിന്നെയും ആ ബ്രേക്ക് ചെയ്ത ലെവലിന് ശേഷം ഇവിടെ എന്താണ് ലേറ്റസ്റ്റ് കണ്ടീഷൻ എന്താണ്, അതായത് ഈ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഇതൊരു സപ്പോർട്ടായിട്ടാണ് ഇപ്പൊ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രീവിയസ്ലി അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് വരെ പോകാം. ഓക്കെ, ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ഇതിപ്പോ എന്തായി ഒരു സപ്പോർട്ട്, ഫ്യൂച്ചറിൽ മാർക്കറ്റ് പോകാം. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് വരും. ഇനി നിങ്ങളൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റിന്റെ കംപ്ലീറ്റ് മൂവ്മെന്റ്, കംപ്ലീറ്റ് സിസ്റ്റവും കംപ്ലീറ്റ് സെറ്റപ്പും എല്ലാം നടക്കുന്നത് എന്താണ്, എങ്ങനെയാണെന്ന് അറിയാം, എല്ലാം നടക്കുന്നത് ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. ഓക്കെ, പ്രോബബിലിറ്റി ഗെയിമാണ്. അതുപോലെ ഗോൾഡ് മാത്രമല്ല, ഈ ഫോറക്സിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പോയിന്റ് ആണ്, ഫണ്ടമെന്റൽസ് ഫോറക്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫണ്ടമെന്റ്സ് ഫോറക്സിന്, നിങ്ങളിപ്പോ എല്ലാവരും ഫോറക്സിനോട് നിൽക്കുന്നുണ്ടാണ്, ഫണ്ടമെന്റൽസ് ഇന്ത്യൻ മാർക്കറ്റിനെ കാട്ടിലും ഫോറക്സിന്, ക്രിപ്റ്റോയ്ക്ക് അങ്ങനെയാണ്, എന്നാലും ഫോറക്സിൽ ഫണ്ടമെന്റൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? കാരണം ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ കറൻസീസിന്റെ എക്സ്ചേഞ്ച് ആണ് നടത്തുന്നത്. കറൻസീസിന്റെ എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടത്തുന്നത് അല്ലെ. ആ കറൻസീസിന്റെ എക്സ്ചേഞ്ച് നടത്തുമ്പോൾ ആ രാജ്യത്തിന്റെ എക്കണോമി, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എക്കണോമി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, എക്കണോമി അതിന് വളരെ വലിയൊരു പ്രാതിനിധ്യം കൊടുക്കുന്നു. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എക്കണോമിക്കലി എന്താണ് കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഫോർ എക്സെട്ര, ആ രാജ്യത്തിൽ സിമ്പിൾ ആയിട്ട് പറയല്ല, ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അവരുടെ ഒരു യുദ്ധം എന്ന് പറയാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. യുദ്ധം നടക്കുകയാണ് ഒരു പർട്ടിക്കുലർ പറഞ്ഞു. ഇപ്പോ നിലവിൽ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് ഇനിയിപ്പോ വേറെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നിലവില് നാളെ ഒന്നും ആരും എടുത്തു ചാടി അതായത് സപ്പോർട്ട് റെസിസ്റ്റന്റ് പക്കാ ലെവല് പഠിച്ചു എന്ന് വിചാരിച്ച് നാളത്തെ ദിവസമാട്ടോ പറയുന്നത്, ആരും എടുത്തു ചാടി ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാല് നാളെ ഫണ്ടമെന്റലി നല്ലപോലെ വർക്ക് ചെയ്യുന്ന ദിവസമാണ് ഈ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടത് കൊണ്ട്. ഇനി അടുത്ത കാര്യം ഇനി ബ്രോ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, അതൊരു നല്ല പോയിന്റ് തന്നെയാണ്, ഞാൻ പറയാം. അപ്പൊ ഇപ്പൊ അമേരിക്കയുടെ യുദ്ധം, അതായത് അമേരിക്ക ഇപ്പൊ ഇറാനെ യുദ്ധം ചെയ്യാനുള്ള പ്ലാനും അവരുടെ ബോംബർ വിമാനങ്ങൾ നടക്കുകയും കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ അമേരിക്ക യുദ്ധം ചെയ്യാൻ പോകുന്നത് ഇറാനും തിരിച്ചു യുദ്ധം നടത്തും എന്നൊരു എന്താ പറയുന്നു, ഒരു കോൺഫ്ലിക്ട് നടക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു പ്രശ്നം നടക്കും എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് അല്ലെ. ഇവിടെ അമേരിക്കൻ എക്കണോമിക്ക് അപ്പോൾ ഒരു ഭീഷണിയുണ്ട്, അതായത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവരിപ്പോ ജയിക്കുകയോ തോക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ അവിടെ ടാക്സ് പേയേഴ്സിന്റെ കാശ് ഉപയോഗിച്ചാണ് അവർ യുദ്ധത്തെ നടത്തുന്നത്. അപ്പൊ അവര് ഇപ്പൊ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഈ യുദ്ധം നടത്താൻ വേണ്ടി ഇപ്പൊ തന്നെ അവരൊരു ബഡ്ജറ്റ് മാറ്റി വെക്കും. ആ ബഡ്ജറ്റ് സാധാരണക്കാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സിസ്റ്റത്തിന്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈസയിൽ നിന്നായിരിക്കും ഇത് മാറ്റി വെക്കുന്നത്. അപ്പൊ അവിടെ എന്ത് നടക്കുന്നു, അവിടെ സാധാരണക്കാരുടെ നീഡുകൾ നടക്കാതാക്കുന്നു. ഓക്കെ, അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്, അമേരിക്കയിൽ ഒരു പ്രശ്നമാണ് ഇപ്പൊ നടക്കുന്നത്, അവിടുത്തെ എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോ അവിടെ ഏത് കറൻസിയുടെ, അതായത് ഏത് കറൻസി നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ ഡോളേഴ്സ് ആണ്, ആ US ഡോളേഴ്സിന് മൂല്യത്തിന് പ്രശ്നമുണ്ടാവും, US ഡോളേഴ്സിന് മൂല്യത്തിന് അവിടെ പ്രശ്നമുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഡൗട്ട് ഉണ്ടാകുന്നെങ്കിലും ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ആ രാജ്യം യുദ്ധം ജയിക്കാതിരിക്കുക ചെയ്യട്ടെ, പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്,
ഇവിടെ നടക്കുന്നത് ആ രാജ്യത്തിന്റെ എക്കണോമിയെ ബാധിക്കുന്ന സിറ്റുവേഷനാണ്. കാരണം യുദ്ധം നടത്തുമ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള ഫണ്ടുകൾ സാധാരണക്കാരന്, സാധാരണ ടാക്സ് പേയേഴ്സിന്റെ മണിയിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഫണ്ട് ടാക്സ് പേയേഴ്സിനുള്ള വെൽബീയിങ് നടത്താൻ, അതായത് സിമ്പിളായിട്ട് പറയുന്നത് അവരുടെ ഒരു സബ്സിഡീസും കാര്യങ്ങളൊക്കെ അവർ കക്ഷോട്ടി ആണ് യുദ്ധം ഇവിടത്തോട് നടത്താൻ വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് നടക്കുന്നു? അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ഹ്യൂജ് ലോസസ്, അതായത് ഹ്യൂജ് ലോസ് എന്ന് പറയുമ്പോൾ മൂല്യം അവിടെ ഇടിയാണ്. കാരണം ആൾക്കാരുടെ കയ്യിൽ ചെലവ് ചെയ്യാൻ കാശുണ്ടാവില്ല, ചെലവ് നടത്താൻ കാശുണ്ടാവില്ല. അവർക്ക് ആ ഒരു സിസ്റ്റത്തിലോട്ട്, ആ ഒരു എക്കണോമിയെ അവർ വിശ്വസിക്കാറാണ്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അവിടുത്തെ കറൻസിയുടെ വാല്യൂ ഡൗൺ ആവും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണ്? ഓക്കെ. അപ്പോൾ ഈ ഫോറക്സ് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഫണ്ടമെന്റൽസ് എപ്പോഴും നോക്കാം. അതിന്റെ എക്സാമ്പിൾ സുഹേൽ പ്രഭു പറഞ്ഞത്. കാരണം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഈ ഫോറക്സ് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ്, ഒരു ദിവസം $6.1 ട്രില്യൺ മൂവ്മെന്റ് ആണ്. $1 ട്രില്യൺ മൂവ്മെന്റ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ട്രേഡ് ചെയ്താലും അതിന്റെ 1% അല്ലെങ്കിൽ 0.05% പോലും ഒരു റീറ്റെയിൽ ട്രേഡറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അവിടെ അപ്പം ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ ഈ ഒരു മോർണിംഗ് ഒരു 250 ഒക്കെ ആകുമ്പോൾ വലിയ ഓർഡേഴ്സ് ആയിരിക്കും മാർക്കറ്റിൽ പ്ലേസ് ആവുന്നത്. വലിയ ഓർഡേഴ്സ് എന്ന് വെച്ചാൽ സഡൻ മൂവ്മെന്റുകൾ, സഡൻ സിസ്റ്റംസ് എന്ത് വേണമെങ്കിലും അവിടെ നടക്കാം. ക്ലിയർ ആണെന്നുള്ള പറയുന്നത്. അതായത് ഇത് നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. കാരണം യുദ്ധത്തിന്റെ ഈ 2 ദിവസത്തെ ലീവ് ഉണ്ട്, ഈ 2 ദിവസത്തെ ലീവ് ഉണ്ട്. അത് മാത്രമല്ല വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, അവർക്ക് ഓർഡേഴ്സ് പ്രീവിയസ്ലി, അതായത് ഓൾറെഡി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനുള്ള സിസ്റ്റംസ് അവർക്കുണ്ട്. ഓക്കെ, അവരിപ്പോ പ്ലാൻ ചെയ്യണം നാളെ US ഡോളർ വരും, അപ്പൊ ഗോൾഡിൽ ഒരു ഹ്യൂജ് ബൈ ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ US എക്കണോമി, US സ്റ്റോക്ക് മാർക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറയുന്നതാണ്, അവർക്ക് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയാൻ സാധ്യതയുണ്ട്. അപ്പം അവരെന്ത് ചെയ്യും? അവർ ഗോൾഡ് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പോകും. അപ്പൊ സാധ്യത എന്താണ്? മാർക്കറ്റിന്റെ മൂവ്മെന്റ് മുകളിലോട്ട്, അതായത് മാർക്കറ്റിന്റെ കണ്ടീഷൻ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ആ സമയത്ത് എന്ത്, ഈ ഫണ്ടമെന്റൽ നടക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നം? നമുക്ക് ടെക്നിക്കൽ ആ സമയത്ത് ചില സമയങ്ങളിൽ വർക്കാവില്ല. ഓക്കെ, കാരണം അവിടെ മാർക്കറ്റ് മാനിപ്പുലേഷൻ, അതായത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി പമ്പ് ചെയ്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റിന് എന്ത് ചെയ്യും? മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് അതിന് കൃത്രിമത്വം ഉണ്ടാക്കും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ചില പോയിന്റുകളിൽ ഫണ്ടമെന്റലുകൾ വർക്കാവില്ല. ഓക്കെ, ഇനി ഞാൻ ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഈ ഫോറക്സ് അല്ല, ഏത് മാർക്കറ്റിൽ ഫണ്ടമെന്റലിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതിപ്പോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, ഓർഡർ ബ്ലോക്ക് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കറണ്ട് സീനേജ്, അപ്പൊ നിങ്ങൾ കറണ്ട് സീനേജിനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കറണ്ട് സീനേജ് നമ്മൾ എന്താ പറഞ്ഞത്? മാർക്കറ്റിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവല്, സപ്പോർട്ട് ലെവല്, ഇതൊരു സപ്പോർട്ട് ലെവല് അല്ലെ? സപ്പോർട്ട് ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സപ്പോർട്ടിന് മുകളിലോട്ട് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. ഇത് ഏതാണ്? ഇത് ഗോൾഡാണ്. നാളത്തെ യുദ്ധ സമാനമായിട്ടുള്ള കാരണങ്ങൾ നാളത്തെ കുറച്ചുകൂടി ഫണ്ടമെന്റൽ നോക്കുമ്പോൾ നാളെ US ഡോളറിന്റെ പ്രൈസ് വാല്യൂ കുറയാണെങ്കിൽ ഗോൾഡ് അപ്പിലോട്ട് പോകും. ഓക്കെ, അതിനൊരു റീസൺ ഉണ്ട് എന്തുകൊണ്ട് യുഎസിന്റെ പ്രൈസ് പോകുന്നു, ഗോൾഡ് അപ്പിലോട്ട് പോകുന്നുണ്ട്. യൂറോ USD എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ USD JPY എന്താണ്? ഓക്കെ, ഏത് കറൻസി കൊടുത്താണ് ഏത് കറൻസി വാങ്ങിക്കുന്നത്, ഇതിനെ പറ്റിയൊക്കെ ഒരു ക്ലാസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം ഈ ഒരു എന്താ പറയാ, ഈ ഒരു ബേസിക് സപ്പോർട്ട്. അപ്പൊ നമ്മൾ കറന്റ് മാർക്കറ്റ് നമ്മളെ റൂൾ പ്രകാരം സപ്പോർട്ട് ലെവലാണ് നിൽക്കുന്നത്. 15 മിനിറ്റ് പറയുന്നത് ഒരു സപ്പോർട്ട് ലെവലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ സപ്പോർട്ട് ലെവലിലാണ് കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആസ് പെർ ദ ഫണ്ടമെന്റൽ. മുകളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ സോറി മൈ മിസ്റ്റേക്ക്, ആസ് പെർ ദ ടെക്നിക്കൽ സപ്പോർട്ട് ടെക്നിക്കൽസ് വെച്ച് ആസ് പെർ ദ ടെക്നിക്കൽസ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫണ്ടമെന്റൽ നമുക്ക് ക്ലിയർ അല്ല. കാരണം ചിലപ്പോൾ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ എല്ലാം കോമൺ ഫാക്ടറായി ചിലപ്പോൾ ഇത് മുകളിലോട്ട് പോകില്ല. ഇനി ഒരു ഫോൾ തരാം. ഓക്കെ, കാരണം നിങ്ങൾ തന്നെ ആലോചിക്കുക, മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെ എത്തി, മാർക്കറ്റ് ഒരു ബൈയിങ് നല്ലപോലെ നടന്നിട്ടുണ്ട്. ആ ബൈയിങ്ങിന് ഒരു 50% പോലും സെല്ലായിട്ടില്ല. സോ വേണമെങ്കിൽ സെല്ലിങ്ങിൽ വന്നിട്ട് പിന്നെ മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ സെല്ലിങ്ങിൽ വന്ന് വേറെ എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് മാർക്കറ്റ് താഴോട്ട് പോവാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പിന്നെ ഇത് ഒരു ബേസിക് ഐഡിയ ആണ്. ഓക്കെ, ഞാൻ കുറച്ച് ഒരുപാട് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ തൽക്കാലം ഇന്നലെ ഫസ്റ്റ് ക്ലാസ് ഒരുപാട് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾ കുറച്ചുകൂടി ബേസിക്സ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഡോളേഴ്സിന്റെ കറൻസി എക്സ്ചേഞ്ചിന്റെ മൂവ്മെന്റുകൾ, കാര്യങ്ങൾ, ഫണ്ടമെന്റൽസ് ന്യൂസ് എവിടെ നോക്കണം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാർക്കറ്റിൽ ഇപ്പോഴും മനസ്സിലാക്കുക, 2 ടൈപ്പ് ഓർഡേഴ്സേ ഉള്ളൂ. നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഓർത്തിരിക്കുക. ബൈ ഓർഡർ, സെൽ ഓർഡർ. അതുപോലെ തന്നെ മാർക്കറ്റിലെ ട്രെൻഡസ് 3 ടൈപ്പ് ട്രെൻഡാണ്. അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്.
അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ആൻഡ് സൈഡ് വേസ് ട്രെൻഡ്. ഈ 3 ട്രെൻഡുമാണ് മാർക്കറ്റിൽ ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് അപ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് അപ്സൈഡിലോട്ട്. ഓക്കെ, അപ്സൈഡിലോട്ട് ഓരോ ഹൈസിനെയും ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ, ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ വെർഷൻ ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ഞാൻ ഇപ്പം ഒന്ന് ഓട്ടിച്ചു പോവുകയാണ്. ഹൈസിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നത് നമുക്ക് അപ്പർ ട്രെൻഡും, മാർക്കറ്റിന്റെ എല്ലാ ലോസിനെയും അല്ലെങ്കിൽ നിയറസ്റ്റ് ലോസിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നതിന് ഡൗൺ ട്രെൻഡ് എന്നും പറയാം. സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു കണ്ടീഷൻസ് മനസ്സിലാവാത്ത ഒരു ഏരിയയാണ്. അതായത് മാർക്കറ്റിന്റെ കണ്ടീഷൻ മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യാതെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്ന സിസ്റ്റം. ക്ലിയർ ആണെന്ന് പറയുന്നത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ബേസിക്സ് നിർത്തുകയാണ്. ഓക്കെ, ഈ ബേസിക്സ് നിർത്തുകയാണ്. ഒരുപാട് ഈ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാണ്. ഓക്കെ, ഒരു ക്യാൻഡിൽ എന്തുകൊണ്ട് ഫോം ആകുന്നു, ആ ക്യാൻഡിലിന്റെ വിക്ക് എന്താണ്, ബോഡി എന്താണ്, ആ ക്യാൻഡിൽ എന്തുകൊണ്ട് ബൈ ക്യാൻഡിൽ എന്ന് പറയുന്നു, എന്തുകൊണ്ട് സെൽ ക്യാൻഡിൽ എന്ന് പറയുന്നു. അതുപോലെ ഇപ്പൊ ഇവിടെ XAUSD കാണുന്നത്. ഈ XAUSD എന്താണ്? ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ യൂറോ യുഎസ്ഡി ഇത് ഏത് കറൻസിയാണ് വാങ്ങിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ യൂറോ യുഎസ്ഡി ഏത് കറൻസി കൊടുത്താണ് ഏത് കറൻസി വാങ്ങിക്കുന്നതെന്ന് അറിയാമോ? ഈ ഗ്രൂപ്പില് ഏത് കറൻസി കൊടുത്ത് ഏത് കറൻസി വാങ്ങിക്കുന്നുണ്ട്? യൂറോ USD ഇതിൽ ഏത് കറൻസി കൊടുത്ത് ഏത് കറൻസി വാങ്ങിക്കുന്നു? ആർക്കെങ്കിലും അറിയാമോ അതിനെ പറ്റി? ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതാ കേൾക്കുന്നുണ്ട്. ഹലോ സുഹേൽ ബ്രോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അറിയാമോ യൂറോ USD എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ GBP USD JPY ഇതൊക്കെ എന്ത് കറൻസി കൊടുത്ത് എന്ത് വാങ്ങിക്കുന്നു എന്ന് അറിയാമോ? USD കൊടുത്തിട്ട് യൂറോ മേടിക്കുന്നു. അതെ, അത് തന്നെയാണ്. അതേപോലെ XAUSD അപ്പൊ എന്തായിരിക്കും? USD കൊടുത്തിട്ട് ഗോൾഡ് മേടിക്കും. പെർഫെക്റ്റ്. അപ്പൊ ഈ മാർക്കറ്റ് എന്തുകൊണ്ട്, ഈ ചാർട്ട് എന്തുകൊണ്ട് ഹൈയും ലോയും ആവുന്നതെന്ന് റീസൺ, അല്ലെങ്കിൽ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും പോകുന്നതിന്റെ റീസൺ അറിയാമോ? ചാർട്ട് എന്തുകൊണ്ട് അപ് ട്രെൻഡിലോട്ട്, അതായത് ഇപ്പൊ എക്സാമ്പിൾ ഫോർ എക്സെട്ര ഞാൻ ഇതൊരു ഹയർ ടൈം ഫ്രെയിമിലാണ് യൂറോ USD ചാർട്ട്. ഇപ്പൊ കറന്റ് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ത് ട്രെൻഡാണ്? അപ് ട്രെൻഡാണോ ഡൗൺ ട്രെൻഡാണ് ഇപ്പൊ കറന്റ്? പറഞ്ഞോ, തെറ്റാണെങ്കിലും പറഞ്ഞോ, ഒരു പ്രശ്നമില്ല. അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡ് ആവേണ്ട കാരണം എന്താണ്? ഇതിൽ ഇവിടെ അപ് ട്രെൻഡ് ആവാൻ അപ്പൊ യൂറോയുടെ പ്രൈസ് ആണോ ഇവിടെ ഹൈ, USDയുടെ പ്രൈസ് ആണോ ഇവിടെ ഹൈ? ഹലോ, യൂറോയുടെ പ്രൈസ് ഹൈ ആയതുകൊണ്ടാണ് ഇത് അപ് ട്രെൻഡിൽ പോയത്, USDയുടെ പ്രൈസ് ഹൈ ആയതുകൊണ്ടാണ് അപ് ട്രെൻഡിൽ പോയത്? യൂറോയുടെ പ്രൈസ്. പെർഫെക്റ്റ്. യൂറോയുടെ പ്രൈസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ യൂറോയുടെ പ്രൈസ് ഹൈ ആയതുകൊണ്ട് പെർഫെക്റ്റ്. അപ്പൊ കുറെ റീസൺ ഉണ്ട്. ഇപ്പൊ ഇതിൽ ചിലർക്കറിയും ചിലർക്കറിയില്ല. ഇതെല്ലാം പറ്റി ഞാൻ വ്യക്തമാക്കി തരാം. ഓരോ ക്യാൻഡിൽ എന്തുകൊണ്ട് ഫോം ആകുന്നു, എന്തുകൊണ്ട് ആ ക്യാൻഡിലെ ബൈ ക്യാൻഡിൽ എന്ന് പറയുന്നു, സെൽ ക്യാൻഡിൽ എന്ന് പറയുന്നു, അതുപോലെ മാർക്കറ്റ് സ്ട്രക്ചർ, ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, പിന്നെ നമ്മുടെ ഓൺ ആയിട്ടുള്ള ഒരു എൻട്രി, എങ്ങനെ നമ്മൾ ആ എൻട്രി എടുക്കുന്നു, ആ എൻട്രിയിൽ നമ്മൾ എന്തൊക്കെ നോക്കണം, ഇതെല്ലാം പറഞ്ഞു തരാം. എങ്ങനെ ലോട്ട് സൈസ് ഫിക്സ് ചെയ്യണം, എങ്ങനെ മെറ്റാ 5 ആയിട്ട് ഡീൽ, അങ്ങനെ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് 1 വീക്കിനകത്ത് നമ്മൾ തരും. ഓക്കെ, മാക്സിമം ഡെയിലി ക്ലാസ് വരാൻ തന്നെയാണ് പ്ലാന്. വരും മാക്സിമം. ഞാനല്ലെങ്കിൽ സുഹേൽ ബ്രോ വരും. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. എന്റെ സൈഡിൽ നിന്നും ചില മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ അറിയാം. ആരൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്പീഡാണെന്ന്. ശരിയാണ്. കാരണം ഞാൻ കുറച്ചുകൂടി എന്താ പറയാ, ഞാൻ ക്ലാസ് എടുക്കുന്നതാണെങ്കിലും ഞാൻ കുറച്ച് ഡീപ്പായിട്ട് പോകുന്നതാണെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളെല്ലാം ഫ്രഷേഴ്സ് ആണ്, ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കും കുറച്ച് സ്പീഡായിട്ട് ക്ലാസ് എടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുക. ഓക്കെ, ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുക, അതനുസരിച്ച് ഞാൻ ഡെവലപ്പ് ആവാം. ഓക്കെ, ഒരിക്കലും വിചാരിക്കുന്നത് ഫ്രീ ക്ലാസ് ആണ് അതുകൊണ്ട് ഇങ്ങനെ പറ്റും മതി, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ഹൈ എൻഡ് ആയിട്ടുള്ള കണ്ടന്റ്, ഹൈ എൻഡ് ആയിട്ടുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെഷൻ. ഓക്കെ, സുഹേൽ ബ്രോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറൊന്നുമില്ല. ഇപ്പൊ നിലവില് ഒരു മിനിറ്റ്, നിലവില് ഇപ്പൊ നമ്മള് ഇപ്പോ എടുത്ത ക്ലാസ്സുകളെല്ലാം, അതായത് ഇപ്പൊ ഒരു 3-4 ക്ലാസ്സുകളെല്ലാം ഫുൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈൻഡ് ചെയ്ത് കാണിച്ചു കൊടുത്തത്. അതെ. ഇനി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് അതൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം കൂടുതൽ ആളുകളും ഡൗട്ട് ചോദിക്കുന്ന ആളുകൾ, പേഴ്സണലിലേക്ക് ചോദിക്കുന്ന ആളുകൾ വളരെ കുറവ് ആളുകളാണ്. അപ്പൊ മനസ്സിലായതുകൊണ്ടായിരിക്കാം അവര് ഡൗട്ട് ചോദിക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലുള്ള ക്ലാസ്സുകൾ, അതായത് എല്ലാരും വിചാരിച്ചിരിക്കണ എന്താ വെച്ചാല് കാലങ്ങളോളം ക്ലാസ് ഉണ്ടാവും എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ബ്രോ നമ്മൾ രണ്ടുപേരുടെ ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അതായത് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു അതായത് ഇതിന്റെ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു 30% നോളജ് ഉണ്ടായാൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ
എന്താണ് സൈക്കോളജി നമ്മളെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നമ്മളെ അതാണ് മെയിൻ ആയിട്ട്. അപ്പോ ഈ ഈ മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിന്റെ ബാക്കിലുള്ള പരിപാടികളൊന്നും ശരിക്കും അറിയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഒരു കാർ ഓടിക്കുകയാണെങ്കിൽ ആ കാർ ഉണ്ടാക്കുന്നത് മുതൽ അതിൽ ആ ഓയിലിൽ എന്തൊക്കെ എസൻസ് കൂട്ടി എന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ശരിക്ക്. അത് അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള, അതായത് ഇപ്പോ ഒരു വണ്ടി പണിയുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആസ് എ ഡ്രൈവർ എന്നുള്ള രൂപത്തിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടെക്നിക്കലും അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അതന്നെ ആയിരിക്കും ബ്രോന്റേതും ഉണ്ടാവുക, ആണല്ലോ? അതന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോ ഇത് ഇവരോട് ഇപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോൾ ഇവർക്ക് ബോറടിക്കണ്ടോന്ന് അറിയില്ല. ഈ ഫ്രീ ക്ലാസ് ആണെന്ന് വിചാരിച്ചു ഒരു കാരണവശാലും നിങ്ങൾ എന്താക്കരുത്, ഇതിനെ വെറുതെ നെവർ മൈൻഡ് ആയിട്ട് കാണരുത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഓക്കെ, ഇനി ആർക്കും ബ്രോ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ പറയാം. ബ്രോ കഴിഞ്ഞ ദിവസം നമ്മള് ന്യൂസ് ട്രേഡിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞില്ലായിരുന്നോ? അതെ. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ന്യൂസ് ട്രേഡിങ്ങിന്റെ ടൈമില് ഓരോ ന്യൂസ് വരുമ്പോ നമുക്ക് അത് ഏത് കറൻസിയിലാണ് അതിനകത്ത് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ ചാൻസ്, മുകളിലോട്ട് മൂവ് ചെയ്യോ താഴേക്ക് മൂവ് ചെയ്യോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ ഈ ന്യൂസിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലി ആണ് അത് വർക്ക് ചെയ്യുന്നത്, ആണല്ലോ? അപ്പൊ അത് നമ്മളിപ്പോ XAU USD, അതായത് ഗോൾഡ് USDയുമായി കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിനാണ് XAU USD എന്നുള്ള ഒരു പെയർ വരുന്നത്. അപ്പോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാല്, ഇപ്പോ USD എന്ന് പറയുന്ന ആ ഒരു കറൻസിക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരികയാണെങ്കിൽ അത് ഗോൾഡിന് പോസിറ്റീവായിട്ടാണ് ബാധിക്കുക. അതുപോലെ തന്നെ USD എന്നുള്ള കറൻസിക്ക് പോസിറ്റീവാണ് ന്യൂസ് വരുന്നെങ്കിൽ അത് ഗോൾഡിന് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അതായത് നമ്മളിപ്പോ ഈ ഗോൾഡിന് ബൈ ചെയ്യുന്നത് എങ്ങനെയാണ്, USD കൊടുത്തിട്ടാണ് ഗോൾഡ് ബൈ ചെയ്യുന്നത്. അപ്പൊ അതിനെന്താവും, നെഗറ്റീവായിട്ട് ബാധിക്കുക, പോസിറ്റീവായിട്ട്. അപ്പൊ നമ്മൾ ന്യൂസ് നോക്കുമ്പോൾ USD എന്ന് പറയുന്ന കറൻസി ന്യൂസ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പോസിറ്റീവ് ആണെങ്കിൽ എന്താവും, ഗോൾഡ് നെഗറ്റീവ് ആവും. അപ്പൊ അതിനനുസരിച്ചുള്ള ടെക്നിക്കലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് എൻട്രി കൊടുക്കാവുന്നതാണ്. ഗൂഗിൾ ബ്രോ കറക്റ്റ് അല്ലേ? അതെ, അത് ബേസിക്, അതെ, അതൊരു ബേസിക് സിസ്റ്റം ആണ്. അത് അദ്ദേഹം കേട്ടൊരു പോയിന്റ് അല്ല, എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഉദ്ദേശിച്ച പോയിന്റ് മനസ്സിലായി. അതിപ്പോ കറക്റ്റ് ആയിട്ട് ഡീപ്പായിട്ട് പോയാൽ മാത്രമല്ലേ നമുക്കത് ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഒരു ഇപ്പോഴേ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ പോയിന്റ് പറഞ്ഞു, ന്യൂസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. ന്യൂസ് ഇപ്പൊ എക്സ്പീരിയൻസ് ട്രേഡർ ആയിക്കോട്ടെ, ന്യൂ ട്രേഡർ ആയിക്കോട്ടെ, ന്യൂസിൽ ട്രേഡ് എടുക്കുന്നത് ഇറ്റ്സ് എ റിസ്കി തിങ്. കാരണം അത് അൺപ്രഡിക്റ്റബിൾ ആണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. FOMC വൺ ഓഫ് ദ ബിഗസ്റ്റ് ന്യൂസ് ആണ്. നമ്മുടെ ഈ ഒരു FOMC എന്ന് പറയും, നോൺ ഫാർമിംഗ് പേറോൾ, അല്ലെങ്കിൽ FOMC എന്ന് പറയുന്ന ന്യൂസസ് ഉണ്ട്. ഈ ന്യൂസസിന്റെ പ്രത്യേകത, ഇത് പോവൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ ന്യൂസ് പ്രൊവൈഡ്. അതായത് അദ്ദേഹം അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ അപ്ഡേഷൻ ഡേറ്റാസ് ആണ് പറയുന്നത്. അതായത് ഇതേപോലെ ഒരുപാട് പേരുണ്ട്, അതുപോലെ ഒരുപാട് ന്യൂസസ് ഉണ്ട്. നമുക്ക് ഈ ന്യൂസസ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഓക്കെ, നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വൺസ് ന്യൂസ് ടൈമിൽ നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഓൺ റിസർച്ച്. അവിടെ എന്താണ്, അവിടെ പക്ക ഫണ്ടമെന്റൽ ആണ്, ഹൈ എൻഡിൽ വർക്ക് ആവുന്നത്. ടെക്നിക്കലി വർക്ക് ആവുന്നുണ്ട് നിഷാദെ, പക്ഷേ പക്ക ഫണ്ടമെന്റൽ. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ എന്താ പറയാ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുക, ആൾക്കാരുടെ എക്സ്പെൻസ് നോക്കുക, ഇതൊക്കെ ഡേറ്റാസ് എല്ലാം നമുക്ക് കിട്ടും. ഡേറ്റാസ് കിട്ടും. അതുപോലെ തന്നെ ഇതിന് മുമ്പ് FOMC ന്യൂസ് നടന്നപ്പോൾ ഇതിന്റെ പ്രൈസ് ഹൈ ആണോ ലോ ആണോ? വൺ സെക്കൻഡ്. ഹലോ റിൻഷാദ്, സോറി, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സോറി, ഇവിടെ കറണ്ട് പോക്ക് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഓക്കെ, അത്ര വലിയ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സിസ്റ്റംസിലെ നമുക്ക് ചെയ്യാൻ പറ്റും.
പറഞ്ഞല്ലോ, അത് ഡീപ്പ് ലെവലിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമുക്കിപ്പോ ഒരാഴ്ച ടൈം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളതും വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, റിൻഷാദ് അതിനെപ്പറ്റി ഡീപ്പായിട്ട് പോകണമെങ്കിൽ അതനുസരിച്ചുള്ള നമുക്കൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം. ക്ലിയർ ആണെന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ കേസ് നമുക്ക് വേറെ ക്ലാസ് നമ്മളിപ്പോ കൂടുതലും ടെക്നിക്കലായിട്ടാണ് പോകുന്നത് അല്ലേ? കൂടുതൽ ടെക്നിക്കലായിട്ടാണ് പോകുന്നത്. ഇതില് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി വളരെ സിമ്പിൾ ആയിട്ട് 30% നോളജ് നിങ്ങൾക്ക് നമ്മൾ തരും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? എവിടെ എടുക്കണം, എവിടെ ട്രേഡ് എടുക്കണം, എവിടെ ട്രേഡ് എടുക്കണ്ട എന്നൊരു ഐഡിയോളജി ഇവിടെ കൊണ്ടുവരും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? മതി, ഇനിഷ്യൽ സ്റ്റേജ് അത് മതി. പിന്നെ ഫ്യൂച്ചറിൽ ഒരു ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള അപ്ഡേഷൻസ് നടത്താം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, സുഹേൽ, ഞാൻ വൈൻഡപ്പ് ആവേണേ. ഇവിടെ കറണ്ട് ചെറിയ ഇനിയിപ്പോ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ഡൗട്ട് കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസിന്റെ ഒരു അപ്ഡേഷൻസ് നിങ്ങൾക്ക് എന്റെ അടുത്ത് പറയാൻ മടിയാണെങ്കിൽ സുഹേലിന്റെ അടുത്ത് പറയുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ വരുത്താം. ഓക്കെ, ശരി, ബൈ ബൈ ബൈ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി വോയിസ് ഇടണം, ടെക്സ്റ്റ് ചെയ്യരുത്. വോയിസ് അതിപ്പോൾ ഒരു 1 മിനിറ്റിൻ്റെ വോയിസ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ വോയിസ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ഫുള്ളായിട്ട് ആ ഒരു വോയിസിൽ നിങ്ങൾ എന്താക്കുക, ഫുള്ളായിട്ട് ഡൗട്ട് ചോദിക്കുക. അപ്പോൾ ഒന്നുകിൽ ഞാനായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ബ്രോ ആയിട്ടോ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആ ഒരു ഡൗട്ടിനെ ക്ലിയർ ചെയ്തു തരും. അതായത് നിങ്ങളിപ്പോൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിലും ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇതിൽ പല ആളുകൾക്കും ഉണ്ടാവും. ചില ആളുകൾക്ക് എന്താവില്ല, ഈ ഡൗട്ട് എങ്ങനെ ചോദിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് കത്തിയ അതായത് കുറച്ച് മനസ്സിലായ ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ, ആ ഡൗട്ട് ഉണ്ടാവുക. അതായത് നമുക്ക് കൂടുതൽ മനസ്സിലാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഗ്രൂപ്പിൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ അത് ഞാൻ ഗ്രൂപ്പിലായിട്ട് തന്നെ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് വോയിസ് ആയിട്ട് ചോദിക്കുക. ഇത് ഞാൻ ഓൺലൈൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താക്കുക, വോയിസ് ഇട്ട് വെക്കുക. അത് ഞാൻ കേട്ട ഉടനെ തന്നെ എന്താക്കുക, അത് ഒന്നുകിൽ ഗൂഗിൾ ബ്രോക്ക് ഷെയർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഷെയർ ചെയ്തിട്ട് ഞാനോ അല്ലെങ്കിൽ ഗൂഗിൾ ബ്രോ അല്ലെങ്കിൽ നമ്മളെ വേറെയും കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരാരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് എന്താവും, അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വോയിസ് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഇപ്പം ഞാൻ തന്നെ പേഴ്സണലി ചിലപ്പോൾ ഞാൻ വോയിസ് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് പേഴ്സണലി റീപ്ലൈ തന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ വോയിസിൻ്റെ റീപ്ലൈ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വോയിസ് ഇട്ട് നോക്കുക, കമ്മ്യൂണിറ്റിയിൽ എന്താവും അതിൻ്റെ റീപ്ലൈ വരും. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടർ റെസിസ്റ്റൻ്റ് എന്താണെന്നുള്ളത് കുറേ ആളുകൾ എന്നോട് അതായത് വരച്ച് കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തോടു കൂടി സപ്പോർട്ടർ റെസിസ്റ്റൻ്റ് എന്താണെന്നുള്ളത് പക്കാ ലെവൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് ആയപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം നമുക്ക് കൂടുതൽ ടൈം ഇങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടേ ഈ ഇന്റർനെറ്റിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്ന് ചോദിക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതേപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് കണ്ടെത്തുക. അത് നമ്മൾ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിലോ ആയിട്ട് എന്താവും, അതും ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആവും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആരും ഒന്നും ഉണ്ടെന്നില്ലല്ലോ. ഇനി ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് ഇനി മാക്സിമം കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും കറക്റ്റ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.